ഖുർആൻ പറയുന്നത് കാണാം, ആഖിറത്തിൽ നിന്റെ സഹോദരൻ ഒരാൾ മറ്റൊരു സഹോദരന് ഓടുന്ന ഒരു ദിവസമാണ് എന്ന് പറഞ്ഞല്ല നിർത്തിയില്ല. വ ഉമ്മിഹി, അവന്റെ ഉമ്മയും ഓടും. വ അബീഹി, അവന്റെ വാപ്പയും ഓടും. വ സ്വാഹിബത്തിഹി വ ബനീഹി, അവന്റെ കൂട്ടുകാർ, ഭാര്യയെ കാണുമ്പോൾ ഭർത്താവ് ഓടും, ഭർത്താവിനെ കാണുമ്പോൾ ഭാര്യയോടും. അവർക്ക് അവിടെ ആരെയും അവർക്ക് ചിന്ത ഉണ്ടാവുകയില്ല. കാരണം അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നബിയെ കുറിച്ച് പാടുന്നു. യാ സയ്യിദ സാദാത്ത് ജഅതുക ഖാസിദാ റജൂ റിളാക വ അഹ്തമി ബിഹിമാക വല്ലാഹി യാ ഖൈറൽ ഖലായിക ഇന്നലി ഖൽബൻ മശൂഫൻ ലാ യറൂമു സിവാക وبحق جاهك إنني بك مغرم والله يعلم أنني أهواك أنت الذي لولاك ما خلق امرؤ كلا ولا خلق الورى لولاك يا رب صل على النبي محمد منجل الخلائق من جهنم في غدي. ഇതിലെ ഒന്നാമത്തെ ബൈത്ത് ഒരു ചെറിയ നിലക്ക് നമ്മൾ വിശദീകരിച്ചു. ഇനിയും അതിൽ ധാരാളം വിശദീകരിക്കാനുണ്ട്. അതിൽ തന്നെ മാത്രം നാം പഠിക്കാൻ പോയാൽ എത്രയോ ദിവസങ്ങൾ നമുക്ക് പറയാനുണ്ട്. യാ സയ്യിദ് സാദാത്തിനെ കുറിച്ചും മുത്തുനബിയുടെ ഹൃദയെ തേടുന്നതിനെ കുറിച്ചും മുത്തുനബിയുടെ കാവലുമായി ബന്ധപ്പെട്ടതിനെ കുറിച്ച് മഹാന്മാർ ധാരാളം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ബൈത്തിൽ തന്നെ നമുക്ക് വേണ്ടതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ല. ഒരു ചെറിയ നിലക്ക് നമ്മളത് തൊട്ടുപോയി എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ബൈത്തിലേക്ക് നമുക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ പാടുന്നു, വല്ലാഹി യാ ഖൈറൽ ഖലായിക ഇന്നലി ഖൽബൻ മശൂഫൻ ലാ യറൂമു സിവാക. വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. യാ ഖൈറൽ ഖലായിക, ഓ പടപ്പുകളിൽ വെച്ച് ഖൈറായവരെ, ഇന്നലി, എനിക്കുണ്ട്, ഖൽബൻ, ഒരു ഖൽബുണ്ട്. എങ്ങനെയുള്ള ഖൽബാണ്? മശൂഫൻ, അത് മുത്തുനബിയുടെ അങ്ങയുടെ ഹുബ്ബിനാൽ നിറഞ്ഞതായ ഒരു ഖൽബുണ്ട് നബിയെ. ലാ യറൂമു സിവാക, ആ ഖൽബിൽ തങ്ങളല്ലാത്ത വേറൊരു ചിന്തയും അതിലില്ല നബിയെ. എന്തൊരു വാക്കാണ്! ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ടവർ മുത്തുനബിയുമായി ബന്ധപ്പെട്ട് മുത്തുനബിയുമായിട്ടുള്ള അവിടുത്തെ ഖൽബിന്റെ ആ ബന്ധം എന്താണെന്ന് ബഹുമാനപ്പെട്ടവര് വിവരിക്കുകയാണ്. എന്റെ ഖൽബ് മുത്തുനബിയുടെ ഹുബ്ബുമായി വലിയ ബന്ധമാണ്. കേവലം എന്റെ ഖൽബിൽ ഹുബ്ബുണ്ട് എന്നല്ല, എന്റെ ഖൽബ് മൊത്തം മുത്തുനബിയുടെ ഹുബ്ബ് നിറക്കപ്പെട്ടതാണ്. ഇനി അതിൽ വേറെ ഒരാൾക്കും സ്ഥാനമില്ല. അതേ മുത്തുനബിയുടെ ഹുബ്ബുമായിട്ട്, മുത്തുനബിയുടെ ആ വലിയ ഇഷ്കുമായിട്ടുള്ള ഒരു ഖൽബ് കിട്ടിയാൽ പിന്നെ ആ ഖൽബിൽ വേറൊരു ചിന്തയും ഉണ്ടാവുകയില്ല. പ്രത്യേകിച്ച് ദുനിയാവിന്റെ ഒരു ആഗ്രഹവും ദുനിയാവിന്റെ ഒരു ചിന്തയും മറ്റൊരാളുടെ ഹുബ്ബും അതിൽ കയറുകയില്ല. അതാണ് ഒരു മുഅ്മിനിന് ആവശ്യമുള്ളത്. അതാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇത് കേവലം ഒരു വാക്കല്ല, അല്ലാഹുവിനെ സത്യം ചെയ്ത് പറയാണ്, എനിക്ക് അങ്ങനെ ഒരു ഖൽബുണ്ട്. സുബ്ഹാനല്ലാഹ്, മുഅ്മിനീങ്ങളായ നമുക്ക് അങ്ങനെ പറയാൻ പറ്റണം. അപ്പോഴേ ഒരു മുഅ്മിൻ യഥാർത്ഥത്തിൽ മുഅ്മിനാവുകയുള്ളൂ. അതല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഒരാളും പൂർണ്ണമായി മുഅ്മിനാവുകയില്ല. എന്തൊരു വാക്കാണ്! ഒരാൾ നന്നാവുകയില്ല, ഒരാൾ സ്വർഗത്തിലേക്ക് കടക്കുകയില്ല എന്നല്ല. ഒരാൾ മുഅ്മിനാകണമെങ്കിൽ
അത്താ അക്കൂന അഹബ്ബ ഇലൈഹി, അവനിലേക്ക് ഞാൻ വലിയ ഇഷ്ടപ്പെട്ടവനാകണം. ആരെക്കാൾ? അവൻ്റെ മാതാപിതാക്കളെക്കാൾ, അവൻ്റെ മക്കളെക്കാൾ, അല്ല മറ്റുള്ള എല്ലാവരെക്കാൾ, അല്ല സ്വന്തത്തിനേക്കാൾ. സ്വന്തത്തിൽ ഞാൻ എന്നെ സ്നേഹിക്കുന്നതിലേറെ മുത്തുനബിയെ സ്നേഹിക്കുന്നത് വരെ ഒരാളും മുഅ്മിനാവുകയില്ല. അതല്ലേ മുത്തുനബി പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ഹദീസ് കേൾക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നി പോകും, എന്തേ നമ്മൾ ദുനിയാവിൽ ഏറെ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഉമ്മയാണല്ലോ, നമ്മുടെ വാപ്പയാണല്ലോ, അതേ നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ മക്കളാണല്ലോ. അപ്പം അവരെക്കാളൊക്കെ കൂടുതൽ മുത്തുനബിയോട് സ്നേഹിക്കണമെങ്കിൽ അങ്ങനൊരു ബന്ധം നമ്മൾക്ക് മുത്തുനബിയുമായിട്ടുണ്ടോ എന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും. ഇത് കൂടുതലായിപ്പോയോ എന്ന് ചിന്തിച്ചു പോകും. ഒരിക്കലും ആവുകയില്ല. കാരണം നമ്മൾ ചിന്തിക്കണം, ഈ ഉമ്മയാണെങ്കിലും ഈ ബാപ്പയാണെങ്കിലും ഈ മക്കളാണെങ്കിലും അല്ല മറ്റുള്ള ആരാണെങ്കിലും അവരുടെ സ്നേഹങ്ങൾക്കെല്ലാം പരിധിയുണ്ട്. അതേ നമുക്ക് അവർ സഹിക്കാനും ഒരു പരിധിയുണ്ട്. അത് വിട്ടു കഴിഞ്ഞാൽ അവർ നമ്മെ മറന്നുപോകും. അത് മനുഷ്യൻ അങ്ങനെയാണ്. അതിനെ സംബന്ധിച്ച് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. വളരെ അത്ഭുതത്തോടുകൂടെ വളരെ ഗൗരവത്തോടുകൂടെ കേൾക്കേണ്ട വിഷയമാണ്. നോക്ക് നിങ്ങൾ, സൂറത്ത് അബസയിലെ ഒരു ആയത്ത് കാണാം. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി. ഖിയാമത്ത് നാളിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു പറയാണ്, ആ ദിവസമെന്ന് പറഞ്ഞാൽ ഏ ദിവസം? ഖിയാമത്ത് നാളുടെ ഭയാനകം അല്ലാഹു പറയാണ്. ആ ദിവസത്തിൽ ഒരു മനുഷ്യൻ ഓടും. മിൻ അഖീഹി, അവൻ്റെ കൂട്ടുകാരിൽ നിന്ന്. മറ്റൊരു കൂട്ടുകാരൻ അവൻ്റെ ഉറ്റ കൂട്ടുകാരനെ കാണുമ്പോൾ അവനെ സഹിക്കുക എന്ന് തോന്നുകയില്ല. ഞാൻ എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ. കൂട്ടുകാർ ചിലപ്പോൾ ദുനിയാവിലും അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷേ ദുനിയാവിൽ നമ്മെ ആര് വരുത്താലും, നമ്മെ ആര് കൈവിട്ടാലും, നമ്മളെത്ര മോശപ്പെട്ടവരായാലും, നാട്ടുകാർക്ക് വേണ്ട, കൂട്ടുകാർക്ക് വേണ്ട, മറ്റുള്ള ആൾക്കും വേണ്ടാത്തൊരവസ്ഥയിലും നമ്മെ കൂടെ നിൽക്കുന്നത് നമ്മുടെ ഉമ്മയാണ്, ബാപ്പയാണ്. ദുനിയാവിലെ ആർക്കും ഒരിക്കലും നമ്മുടെ ഉമ്മയും ബാപ്പയും നമ്മെ വെറുക്കുകയില്ല. പക്ഷേ ഖുർആൻ പറയുന്നത് കാണാം, ആഖിറത്തിൽ നിന്റെ സഹോദരൻ ഒരാൾ മറ്റൊരു സഹോദരന് ഓടുന്ന ഒരു ദിവസമാണ് എന്ന് പറഞ്ഞല്ല നിർത്തിയില്ല. വ ഉമ്മിഹി, അവൻ്റെ ഉമ്മയും ഓടും. വ അബീഹി, അവൻ്റെ വാപ്പയും ഓടും. വ സ്വാഹിബത്തിഹി വ ബനീഹി, അവൻ്റെ കൂട്ടുകാർ, ഭാര്യയെ കാണുമ്പോൾ ഭർത്താവ് ഓടും, ഭർത്താവിനെ കാണുമ്പോൾ ഭാര്യയോടും. അവർക്ക് അവിടെ ആരെയും അവർക്ക് ചിന്ത ഉണ്ടാവുകയില്ല. കാരണം ഒന്ന്, ഞാൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ മതി എന്നുള്ള ചിന്തയാണ്. കാരണം അത്രമാത്രം വലിയ ഭയാനകമാണ് ഖിയാമത്ത് നാളെന്നുള്ളത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കണം, നമ്മുടെ ഉമ്മ സഹിക്കാനില്ല, ബാപ്പ സഹിക്കാനില്ല, കൂട്ടുകാർ സഹിക്കാനില്ല, ഭാര്യയെ സഹിക്കാൻ ഭർത്താവില്ല, ഭർത്താവിനെ സഹിക്കാൻ ഭാര്യയില്ല, മക്കളില്ല. ആ സമയത്ത് നമ്മെ സഹിക്കാനുള്ളത് മുത്തുനബി മാത്രമാണ്. മുത്തുനബിക്ക് അങ്ങനെ ഒരു അവസരം, അങ്ങനെ ഒരു സ്ഥാനം അല്ലാഹു നൽകിയിട്ടുണ്ടല്ലോ. എൻ്റെ ഉമ്മത്തീങ്ങൾ, എന്നിലേക്ക് ബന്ധമുള്ള ഒരാളും സ്വർഗത്തിലേക്ക് കടക്കുന്നതുവരെ ഞാൻ സ്വർഗത്തിലേക്ക് കടക്കുന്നില്ല എന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം ബന്ധം നമുക്ക് മുത്തുനബിയോടുണ്ട്. ഈ ആയത്ത് കൊണ്ട് നമുക്ക് ഒരു കാര്യം വ്യക്തമായി, നമ്മളിന്നൊക്കെയും എല്ലാവരും ഒഴിവാകും. അപ്പോൾ ഇവരെല്ലാവരെക്കാളും നാം മുത്തുനബിയെ സ്നേഹിക്കണമെന്ന് ഇതിലൂടെ നമുക്ക് കിട്ടി. ഇനി ഒരു കാര്യം നമുക്ക് കിട്ടാനുണ്ട്. എന്ത്? ഏതൊരു സമയത്തും നമ്മളെ വിട്ടാലും നമ്മുടെ ശരീരം നമ്മളെ കൂടെ ഉണ്ടാകും. പക്ഷേ ആഖിറത്തിൻ്റെ കഥ അതിനേക്കാൾ അപ്പുറമാണ്. അതിനെക്കുറിച്ച് യാസീൻ സൂറത്ത് പറയുന്നത് കാണാം. അല്ലൗമ, ആ ദിവസം, നേരത്തെ പറഞ്ഞ ആ ദിവസം, നഖ്തിം അലാ അഫ്വാഇഹിം, അവർക്കുള്ള വായിലേക്ക് സീല് വെച്ചുപോയി. വതുകല്ലിമുനാ ഐദീഹിം, നമ്മളോട് ആ ദിവസത്തിൽ സംസാരിക്കുന്നത് അവരുടെ കൈകളാണ്. വതഷ്ഹദു അർജുലുഹും, അവർക്കുള്ള കാലുകൾ, കൈ സംസാരിക്കുന്നത് എനിക്ക് സാക്ഷി നിൽക്കും. എന്താണ് ഇവിടെ പറഞ്ഞത്? ഒരു മനുഷ്യൻ
അത്ഭുതത്തോടു കൂടെ കണ്ടുപോകും. എൻ്റെ കൂടെ എൻ്റെ ശരീരെങ്കിലും ഉണ്ടല്ലോ എന്ന് സമാധാനിക്കുമ്പോഴാണ്. മറ്റുള്ളവരൊക്കെ പോയി, അത് നമ്മൾ കേട്ടതാണ്. ഇനി എൻ്റെ കൂടെ എൻ്റെ ശരീരെങ്കിലും ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ കൈക്കാലുകൾ അള്ളാഹുവിനോട് സാക്ഷി പറയാണ്, റബ്ബേ ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവൻ ഇന്നാലിന്നതൊക്കെ ഹറാമിയത്തുകൾ കണ്ടിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, അതിന് ഞാൻ സാക്ഷിയാണെന്ന് നമ്മുടെ ശരീരം അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയുന്നൊരവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്തൊരു ഭയാനകമായിരിക്കോ അവസാനം നമ്മളെ കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ ശരീരം പോലും നമ്മെ കൈവിടുന്നൊരവസ്ഥ. ആ സമയത്താണ് മുത്തനബി നമ്മെ സഹായിക്കാൻ വരുന്നത്. ആ ആഖിറത്തിൽ ഇപ്പോൾ ഒന്ന് ശരിക്ക് മനസ്സിലാക്കുക. അവിടെയാണ് നാം നേരത്തെ സൂചിപ്പിച്ച ലാ യുഅ്മിനു അഹ്ദുക്കും അത്താ അകൂന അഹബ്ബ, ഒരു മോമിനാവുകയില്ല അവൻ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ, അവൻ്റെ ഉമ്മയേക്കാൾ, അവൻ്റെ മക്കളെക്കാൾ, അവൻ്റെ സ്വന്തം ശരീരത്തിനേക്കാൾ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ. അപ്പോൾ മുത്തനബിയെ ഇഷ്ടപ്പെടാൻ അത്രമാത്രം നമുക്ക് ബാധ്യതയുണ്ട്. കാരണം ആരുമില്ലാത്ത നമ്മുടെ ശരീരം പോലും നമ്മെ കൈവിടുന്ന ആ അവസ്ഥയിൽ നമുക്ക് വേണ്ടത് നമ്മുടെ മുത്തുനബിയാണ്. ആ മുത്തുനബിയുടെ സഹായം കിട്ടണമെങ്കിൽ മുത്തുനബിയുള്ള വലിയ ബന്ധമുണ്ടാകണം. അതാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പാടിയത്, വല്ലാഹി യാ ഖൈറൽ ഖലായികി ഇന്നലി ഖൽബൻ മശൂഫൻ ലാ യറൂമു സിവാക. വല്ലാഹി, അല്ലാഹനെ തന്നെ സത്യം ചെയ്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞതാണ്. ഈ കാര്യങ്ങളൊക്കെയും ബഹുമാനപ്പെട്ടവർക്ക് ബോധ്യമായതിൻ്റെ പേരിൽ ഇനി ഞാൻ ആരെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഉമ്മയെ സ്നേഹിക്കണം, ബാപ്പയെ സ്നേഹിക്കണം. പക്ഷേ അവരെല്ലാം സ്നേഹിക്കുന്നതിലേറെ എനിക്ക് സ്നേഹമുള്ളത് എൻ്റെ ഹബീബിനോടാണ്. ഹബീബിൻ്റെ സ്നേഹമില്ലാതെ ദുനിയാവിൽ ആരെ പിന്നാലെ പോയിട്ടും ഒരു കാര്യവുമില്ല. ഒരാളെ സഹായം എനിക്ക് കിട്ടാനില്ല. മുത്തുനബിയെ സഹായമാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഭയപ്പെടുന്നത്. എനിക്ക് സഹായം കിട്ടേണ്ടത് ആഖിറത്ത് ജീവിതത്തിലാണ്. അവിടെ സഹായിക്കാൻ പറ്റുന്നത് എൻ്റെ ഹബീബിനിക്ക് മാത്രമാണ്. ഒന്നും കൂടെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നാം മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഖബറിലേക്ക് നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ മാതാപിതാക്കളാവട്ടെ, നമ്മുടെ കൂട്ടുകാർ ആരുമാവട്ടെ, എത്ര ഇഷ്ടപ്പെട്ടവനാവട്ടെ, ആരുമൊന്നും നമ്മളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആരും പറയുന്നില്ല അവൻ്റെ ഖബറിൽ ഞാൻ 2 ദിവസം പോയി കിടക്കുക, അവനെ ബേജാറായിപ്പോവും. ഒരു ഉമ്മവും മകനെക്കുറിച്ച് പറയലില്ലല്ലോ, ആ മകൻ്റെ ഖബറിൽ ഞാനും പോയി കിടക്കുക എന്ന്. അല്ലെങ്കിൽ ഒരു ഉമ്മയുടെ ഖബറിൽ എനിക്ക് ഉമ്മയോട് വലിയ പ്രിയമാണ്, എനിക്ക് ഉമ്മയോട് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഏതൊരു മകനും ഉമ്മയുടെ ഖബറിൽ പോയി കിടക്കലില്ലല്ലോ. അപ്പം അവിടെ ഒറ്റക്കാണ്, അവിടെ ഉമ്മയില്ല, അവിടെ വാപ്പയില്ല, അവരാരുമില്ല. എല്ലാവരും നമ്മെ ദഫൻ ചെയ്ത് പോവുകയാണ്. ആ സമയത്തൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ സമയത്ത് എല്ലാവർക്കും തിരക്കാണ്. വേഗമാവട്ടെ എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഇവനൊന്നും അന്ന് ചെയ്ത് നമ്മൾക്ക് നമ്മളെ കാര്യം നോക്കാം എന്നല്ല അതിൻ്റെ ഉദ്ദേശം. ആ സമയത്തെല്ലാം നമ്മളെ ഖബറിൽ വരുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ആ നമ്മുടെ ഖബറിലേക്ക് ആർക്കും വരാൻ സാധ്യതയില്ലാത്ത ഖബറിലേക്ക് വരാൻ സാധിക്കുന്നത് നമ്മുടെ ഹബീബിന് മാത്രമാണ്, മുത്തുനബിയെ മാത്രമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്രമാത്രം ആ ഹബീബിനെ നാം സ്നേഹിക്കേണ്ടതുണ്ട്. ആ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ ബൈത്തിന് എന്തുമാത്രം അർത്ഥമുണ്ട്. വെറുതെയൊന്നുമല്ല അവർ പറഞ്ഞത്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ്. ഇങ്ങനെയുള്ള ഒരു ഹുബ്ബ്, ഇങ്ങനെയുള്ള ഒരു സ്നേഹം നമ്മൾക്കും ഉണ്ടാകണം. അത് ഖൽബ് കൊണ്ടുള്ള സ്നേഹമാകണം. അതാണ് ഈ ബൈറ്റിലൊക്കെ ബഹുമാനപ്പെട്ടവർ പഠിപ്പിച്ചത്. അതാണ് അങ്ങനെ ഒരു കേവലം പറച്ചിലിലോ അല്ലെങ്കിൽ മറ്റൊന്നിലുമല്ല, അതുമായുള്ള സ്നേഹം നമ്മുടെ ഖൽബിലാണ്. നമ്മുടെ ഖൽബിൽ മുത്തുനബിയെ നാം ഒന്ന് പാർപ്പിക്കാൻ നോക്കുക. നാമങ്കൂസ് മൗലിദിലൊക്കെ പറയുന്നതാണല്ലോ, ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി. അതിൻ്റെ നേരർത്ഥം ഒരു വീട്ടിൽ മുത്തുനബി ഉണ്ടെങ്കിൽ പിന്നെ ആ വീടിനേക്ക് വേറൊരു വെളിച്ചമില്ല എന്നല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? അതേ, ഒരു ഖൽബിൽ മുത്തുനബി സ്ഥലം പൊടിച്ചാൽ പിന്നെ വേറൊന്നും ആവശ്യമില്ല, അവനെല്ലാത്തിനും മുത്തുനബി മതി എന്നാണ്. അപ്പോൾ നമ്മുടെ ഖൽബും ആ മുത്തുനബി
മുത്തുനബിക്ക് വരാൻ താമസിക്കാൻ പറ്റുന്ന ഒരു ഇടമായി നമ്മളെ കൽബ് മാറ്റിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള മദ്ഹുകളെല്ലാം കേട്ടതിൻ്റെ പേരിൽ അല്ലാഹു അങ്ങനെ ഒരു കൽബ് തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. മുത്തുനബിയുടെ ഹുബ്ബ് കൊണ്ട് ഇഷ്ക് കൊണ്ട് വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.